ഒരു കേക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കയ്യിലൊരു 9-10 ബ്രെഡ് പീസും കുറച്ച് വിപ്പിംഗ് ക്രീമും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ, ഒന്ന് ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. ഈ കേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം, അത്രയ്ക്ക് ഈസിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടാവുകയും ചെയ്യും. ഇത് ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് 2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്യുക. ഇത് എന്നിട്ട് മാറ്റി വെക്കണം. ഇനി വേണ്ടത് 9 സ്ലൈസ് ബ്രെഡാണ്. ഇത് ഒരു കത്രിക വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് മുറിച്ച് കളയണം. ഇതിവിടെ സൈഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 9 സ്ലൈസാണുള്ളത്. ഇനി ഇതിൽ നിന്നും 6 സ്ലൈസ് മാറ്റി വെക്കണം. ഇതുപോലെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് 6 സ്ലൈസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 6 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ബാക്കി 3 എണ്ണം ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്ലൈസ് ഇതുപോലെ വെക്കണം. ബാക്കി 2 എണ്ണം ഇതുപോലെയും. ഹാർട്ട് ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബൗളിൽ കുറച്ച് റോസ് സിറപ്പ് എടുക്കണം. ഒരു 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തോട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിന് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. റോസ് സിറപ്പിന് ഓൾറെഡി ഷുഗർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗറോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാവുന്നതാണ്. ഇനി ഇത് ഈ ബ്രെഡിലേക്ക് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ബ്രെഡിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് മാറി നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. റോസ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് എസൻസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പിസ്ത എസൻസ്, ഏത് എസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ വിപ്പിഡ് ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പാറ്റിൽ വെച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്
നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഒരു ലെയർ ബ്രെഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. സെയിം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ റോസ് മിൽക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ വിപ്പിഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യുക. വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ട് നമുക്കിത് കിട്ടും. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ ഇത്. വീണ്ടും റോസ് മിൽക്ക്, ഇനി അതിൻ്റെ മുകളിൽ വിപ്പിഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം വിപ്പിഡ് ക്രീം എടുത്ത് ഫുള്ളായിട്ട് ഒന്ന് ഈ കേക്ക് ഒന്ന് കവർ ചെയ്യണം. സൈഡിലും എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റാർ നോസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഹാർട്ട് ഷേപ്പിലായതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ മോൾഡിനൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ. ഈ ഒരു സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ കാരണം എന്നോട് 2-3 പേർ ചോദിച്ചിരുന്നു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ റെസിപ്പി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡും വിപ്പിംഗ് ക്രീം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ അതിൽ ചെയ്യാവുന്നതാണ് ഈ കേക്ക്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയുന്നതേ ഇല്ല. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐസിങ് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. ഇത് വിപ്പിഡ് ക്രീം കൊണ്ട് ഉണ്ടാക്കിയ റോസാണ്. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഒരു 3 ഫ്ലവർ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലവറും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് റോസ് സിറപ്പ് എടുത്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് നട്ട്സ്, ബദാം ഓർ പിസ്ത ഏതെങ്കിലും ഒന്നെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ആ ലൈക്ക് ബട്ടണും കമൻസും ഒക്കെ ഒന്ന് തരാൻ മടിക്കല്ലേ.